തലശ്ശേരിയിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മെമ്പർമാരുടെ വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വേലായുധൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് വേലായുധൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് കെ തോമസ് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു. രാവിലെ കൂലിപ്പണിക്ക് പോകുന്നവരും ടാറിംഗ് പണിക്ക് പോകുന്നവരും അതുപോലുള്ള വർക്കുകളിൽ ഏർപ്പെടുന്നവരും ഒക്കെയാണ് ഈ വ്യവസായം കൊണ്ട് പ്രയോജനം അനുഭവിക്കുക. അവരെ അതേപടി നിലനിർത്തുവാനും അവരുടെ ഗതാഗതത്തെ സുലഭമായി മുമ്പോട്ട് കൊണ്ടുപോകുവാനും നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചെയർമാൻ ഇരിപ്പുണ്ട്. അദ്ദേഹം ഒരു പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി കൂടിയാണ്. എനിക്ക് അദ്ദേഹത്തോട് വളരെ വിനീതമായി പറയുവാനുള്ളത്, ഈ വ്യവസായത്തെ പറ്റി ആത്മാർത്ഥമായി പഠിക്കുകയും ഞങ്ങളും കൂടി നിങ്ങളോടൊപ്പം പൊതുജനത്തോടൊപ്പം മുമ്പോട്ട് പോകുവാനുള്ള അവസരം കൂടി ഉണ്ടാക്കി തരണമേ എന്ന് വിനീതമായി പറയുകയാണ്. ചെയ്തു തരേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, മറ്റു വ്യവസായങ്ങളിലൊക്കെ അവർക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം, ഇഷ്ടം പോലെ ചാർജ് വാങ്ങിക്കാം. പക്ഷേ പ്രൈവറ്റ് ബസ് വ്യവസായം പോലും കാശ് മുടക്കുന്നവനല്ല, അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗവൺമെന്റുകളാണ്. എത്ര രൂപ ഒരാളിൽ നിന്നും വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റാണ്. അതിലൊന്നും ഒരു തെറ്റും നമുക്ക് പറയാനില്ല. പക്ഷേ ആ വരുമാനം കൊണ്ട് ഈ വ്യവസായത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവൂ എന്ന് പഠിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചു വിദ്യാർത്ഥികളുടെ കൺസെഷൻ. ഈ കേരളത്തിലെ 80-85% വിദ്യാർത്ഥികളെയും തന്റെ കലാലയത്തിലേക്ക് എത്തിക്കുന്നത് ഈ പ്രൈവറ്റ് ബസ്സുകളാണ്. ഒരുപക്ഷെ കുടുംബാംഗങ്ങൾക്ക് പോലും അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. കേവലം 1 രൂപയാണ് ഇന്നൊരു ഫെയർ സ്റ്റേജിൽ ഒരു വിദ്യാർത്ഥി കൊടുക്കുക. 10 രൂപ കൊടുത്തൊരു സാധാരണക്കാരൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ കുട്ടികൾ കൊടുക്കുന്ന 1 രൂപയാണ്. ഞങ്ങൾ പലപ്പോഴും പലരുമായി സംസാരിക്കുമ്പോഴും എന്തിനധികം കുട്ടികളോട് പോലും സംസാരിക്കുമ്പോഴും അവർ പറയുന്നുണ്ട്, രഹസ്യ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, അത് വളരെ കുറവാണ്. കാരണം പോക്കറ്റ് മണിയായി 50-100 രൂപ ചെലവഴിക്കുമ്പോൾ 1 രൂപ കൊടുത്ത് 4 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അറിയാം ഇത് കുറവാണ് എന്ന്. ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ ചെയർമാനായി അധികാരമേറ്റ കാരായി ചന്ദ്രശേഖരനെ സ്വീകരിച്ചു. ചടങ്ങിൽ 50 വർഷത്തിനു മുകളിലായി തുടർച്ചയായി ബസ് സർവീസ് നടത്തിവരുന്ന ബസ് ഉടമകളെ കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ES ഉണ്ണികൃഷ്ണൻ ആദരിച്ചു. മുതിർന്ന ബസ് ഉടമകളെ ജോയിന്റ് RTO വേണുഗോപാൽ TV, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PT പത്മലാൽ എന്നിവർ ചേർന്ന് ആദരിച്ചു. 2024-25 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ട്രഷറർ കെ പ്രേമാനന്ദൻ അവതരിപ്പിച്ചു. ബസ് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്ന വിഷയം വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ അവതരിപ്പിച്ചു. സംസ്ഥാന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ഹംസ എരിക്കുന്നൻ, ജോയിന്റ് സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത്, പാലമുറ്റത്ത് വിജയകുമാർ, PP മോഹനൻ, TM സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സെൻട്രൽ കമ്മിറ്റി അംഗം കെ ജിനചന്ദ്രൻ നന്ദി പറഞ്ഞു. ഫോർ ടൈംസ് ന്യൂസ്, തലശ്ശേരി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ
049023222803 9497360333.